ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു എമാസ് ക്യൂസിൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ റിച്ച് ആയിട്ടുള്ള ഡേറ്റ്സ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഡേറ്റ്സ് റോൾ ഉണ്ടാക്കുന്നതിനായി ഇവിടെ 1/2 കിലോ കുരു കളഞ്ഞിട്ടുള്ള അഥവാ ഡീസീഡ് ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ ചേർക്കാം. ബട്ടർ മുഴുവനായി ഉരുകി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഡേറ്റ്സിന് നല്ല മധുരമുള്ളത് കൊണ്ട് കുറവ് പഞ്ചസാര മതിയാകും. പഞ്ചസാര നന്നായി അലിഞ്ഞു ചേർന്നാൽ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചെറിയ പോർഷൻസായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചതിൽ ബാക്കിയുള്ള ഡേറ്റ്സും കൂടി ചേർത്ത് ഇളക്കാം. ബട്ടറിൽ കിടന്ന് വേവുമ്പോൾ ഡേറ്റ്സ് ഒന്നും കൂടി സോഫ്റ്റ് ആവും. ഇതുപോലെ ബട്ടർ തെളിഞ്ഞു വരുമ്പോൾ ഡേറ്റ്സിന്റെ പാകമായെന്നാണ് അർത്ഥം. ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ ഡേറ്റ്സ് ഇതുപോലെയാകും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 20 ബിസ്ക്കറ്റോളം ചേർക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കണമെന്നില്ല, ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി ചേർക്കാം. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് ഇളക്കുന്നതോടുകൂടി ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു പൊക്കോളും. ഈ മിക്സ് ഇളക്കാനുള്ള എളുപ്പത്തിന് ചെറിയ പോർഷൻസ് ആയിട്ടാണ് നമ്മൾ ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർക്കുന്നത്. ബിസ്ക്കറ്റും ഡേറ്റ്സും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ പാർച്ച്മെന്റ് പേപ്പറിലേക്ക് ഇട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഡേറ്റ്സ് ബിസ്ക്കറ്റ് മിക്സ് ചൂടാറി കഴിഞ്ഞു. ഇനി ഇത് പാർച്ച്മെന്റ് പേപ്പറിലിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൈകൊണ്ട് ചെറുതായി ഇതൊന്ന് ഷേപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പാർച്ച്മെന്റ് പേപ്പർ വെച്ച് റോൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. പാക്ക് ചെയ്തതിന് ശേഷം ടേബിൾ ടോപ്പിലിട്ട് ഇതൊന്ന് ഉരുട്ടണം. അപ്പോൾ ഇതിന്റെ റൗണ്ട് ഷേപ്പ് പ്രോപ്പറായിട്ട് വരും. ഡേറ്റ്സ് ബിസ്ക്കറ്റ് റോൾ ഇവിടെ ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. അപ്പോൾ ഇതിന്റെ രുചി കൂടും. താങ്ക്സ് ഫോർ വാച്ചിങ്.